മനക്കപ്പടി മാഞ്ഞാലി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ റോഡ് കുഴിച്ചതാണ്. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് റോഡ് പാതി മെറ്റലിംഗ് ചെയ്തത്. തുടർപണികൾ നടക്കാതെ വന്നതോടെ മെറ്റലിംഗ് ചെയ്ത ഭാഗം തകർന്നു. പഞ്ചഗുസ്തി താരം മിലനെ കൂടാതെ നിരവധി പേർക്ക് ഇതിനോടകം ഈ റോഡിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു റോഡ് ഒരു നാടിന് എപ്പോഴും ഗുണകരമാകും. പക്ഷേ എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മാഞ്ഞാലി മനക്കപ്പടി റോഡാണ്. ഈ റോഡിലാണ് ആ പഞ്ചഗുസ്തി താരം മിലൻ സ്കൂട്ടറിൽ പോകവെ വീഴുകയും തന്റെ തോളലിന് തെറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അയാളുടെ ഭാവി അനിശ്ചിതത്തിലായി നിൽക്കുന്നതും ഈ റോഡിൽ വെച്ചാണ്. ഈ റോഡിൽ നമുക്കറിയാം, അത് കണ്ടില്ലേ, നാട്ടുകാരും മറ്റുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടാണ് ഈ റോഡ്. ഏകദേശം 3-4 കിലോമീറ്റർ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ജലജീവൻ മിഷന് വേണ്ടി 2 വർഷം മുമ്പ് കുഴിച്ച കുഴിയാണ്. ഈ മഴക്കാലമായിട്ടും അത് നികത്തിയിട്ടില്ല. ഇവ 3-4 പേരിവിടെ വന്ന് വീണ്. ഇവര് മണ്ണിടാൻ പറഞ്ഞ കുറച്ചിട്ടുണ്ട് അവരങ്ങോട്ട് പോകും. അപ്പൊ തന്നെ അടുത്ത വണ്ടി ഇവിടെ ഇങ്ങോട്ട് കട്ടക്കമ്പിലേക്ക് വരുമ്പോ ആ വണ്ടി താന്ന് ആ മണ്ണും പോയി ഒക്കെ പോയി. രണ്ടൂന്ന് പേര് ഞങ്ങളുടെ കണ്ണുമുന്നിൽ വീണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ ഒരവസ്ഥ? 2 വർഷമായി ഈ റോഡ് ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ഇടണമെന്ന് പറഞ്ഞാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ചത്. ഞങ്ങൾ ഒരു ദിവസത്തോളം നിരാഹാരം വരെ ഇരുന്നിട്ടുണ്ട് ഈ റോഡിന് വേണ്ടി. കാരണം നിരന്തര അപകടം, നിരന്തരം കുടുംബങ്ങളുടെ ആശ്രയങ്ങളാണ് ഈ യുവാക്കളാണ് ഇവിടെ വീണ് നടുവും കാലും കൈയും ഒക്കെ ഒടിഞ്ഞു കിടക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ GSP ഇട്ട് ലെവലടിച്ചിട്ട് താൽക്കാലികമായിട്ട് സഞ്ചാരയോഗ്യമാക്കണം. മഴ മാറിയിട്ട് ടാറിങ്ങിന്റെ പരിപാടികളായിട്ട് പോകണം. ഇത് ചെയ്തു വെച്ചേക്കണത് ഏറ്റവും അവസാനം ചെയ്യേണ്ട പണി ആദ്യം ചെയ്യേണ്ട പണി ഏറ്റവും അവസാനം ചെയ്യണ രീതിയിലേക്കാണ് ചെയ്യണേ. ഏകദേശം 2.5 വർഷമായി ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ വളരെ ഈ റോഡിൽ കൂടെ പോയിട്ട് വളരെ ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. മിക്കവാറും ദിവസം 3 പേരെങ്കിലും ഈ കുഴിയിൽ വീണ് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുകയാണ്. അത് നേരിട്ട് അറിയാണ്ടും പോണ്ട് അല്ലാണ്ടും പോണ്ട് വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതാണ് ജൽജീവൻ മിഷന് വേണ്ടി ഇത്രയേറെ ദൂരം, അതായത് ഈ റോഡിന്റെ പകുതിയിലേറെ അവർ കവർന്നെടുത്തുകൊണ്ട്. പക്ഷേ പൈപ്പിട്ട് 2 വർഷം പിന്നിട്ടിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവരും പറയുന്നത്. അനീസ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.